We're just showing this face and giving you sound change and we'll be just അങ്ങനെ 24th രാവിലെയാണിത്. രാവിലെ ആയപ്പോൾ തന്നെ ഗിഫ്റ്റി വീട്ടിലോട്ടെത്തി. ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഗിഫ്റ്റി വന്നേക്കുന്നത് വീട്ടിലോട്ട്. അങ്ങനെ ഗിഫ്റ്റി റെഡിയായി. അങ്ങനെ രാവിലെ തന്നെ ഞാൻ നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കാലത്ത് തന്നെ ജെമിമ നെല്ലിക്ക ജ്യൂസ് അടിക്കുന്നു. നാളത്തെ ഒരു ഗ്ലോ അങ്ങോട്ട് പുറത്തു വരാനാന്ന് തോന്നുന്നു. ജെമിമയ്ക്ക് പിന്നെ സ്പോട്ട് ലൈറ്റിന്റെ ആവശ്യമൊന്നുമില്ല, നിന്ന് തിളങ്ങായിരിക്കും. പൈനാപ്പിൾ വരെ വെട്ടി തിന്നാനുള്ള പരിപാടി. കാലത്ത് സമയം 7:45. ഞാൻ 5:50 റെഡിയായി ഇവിടെ വന്ന് പോസ്റ്റ് അടിക്കുന്നത്. ഇവരാണെങ്കിൽ എണീറ്റിട്ടില്ല, പല്ല് തവരും തേച്ചിട്ടില്ല എന്നാണ് സംശയം. ഇല്ലല്ലോ, അത് പിന്നെ എനിക്കും കൂടി അവള് നെല്ലിക്ക ജ്യൂസ്, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. അതെ, എനർജി കം ഫസ്റ്റ്. അതുകൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടായിരിക്കുമല്ലോ അല്ലേ? ആ, കുഴപ്പമില്ല. എനിക്ക് കാലത്തങ്ങനെ അങ്ങനെ കഴിച്ച ശീലമില്ല. ഞാൻ ഉച്ച തൊട്ട് കഴിക്കാറുള്ളൂ. നമ്മളിപ്പോ ഹൈവേ കയറുമല്ലേ, കുറച്ചുകൂടെ ഫ്രണ്ടിൽ തിമ്മുണ്ട്. ഈ ഒരു ദിവസമാണ് ഞാൻ എല്ലാവരും ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. കാരണം തലേ ദിവസം കുറേ പേര് മിസ്സിംഗ് ആയിരുന്നു. അങ്ങനെ ഇത് മിസ്സസ് കാറ്റഗറിയിലെ വീണ ചേച്ചിയാണ്. ചേച്ചി എല്ലാവരെയും വന്ന് പരിചയപ്പെടുകയാണ്. അങ്ങനെ മിസ്സസ് കാറ്റഗറിയും മിസ് കാറ്റഗറിയും എല്ലാം പരിചയപ്പെട്ടു. പെട്ടെന്ന് കണക്റ്റഡായി എല്ലാവരും ഈസി ആയിട്ട്. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് ഫൈനൽ റിഹേഴ്സൽ. നാളെയാണ് പരിപാടി. നാളെ 5:30-ക്കാണ്. കാണുന്നവരൊക്കെ അല്ല, ഇവിടെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ 2-3 ആഴ്ച കഴിയും. അപ്പൊ പരിപാടി കഴിഞ്ഞിട്ട് തീരുമാനമായിട്ടുണ്ടാവും. സത്യം, ഞാൻ എഡിറ്റ് ചെയ്ത് സത്യം. അതെ. ഓക്കെ, സോ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടില്ലേ? ഷാരഡൊക്കെ എക്സ്പ്രഷൻ എല്ലാരും കാണിക്കും. എല്ലാരും ഹായ് പറ. ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും അടിച്ചു പൊളിച്ച് ജോളിയായിട്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പരിപാടികൾ സത്യം പറയാൻ എല്ലാം മൊത്തത്തിൽ ബ്ലാങ്ക് ആണ്. ബാക്കി എല്ലാ സ്റ്റേജിലും ഞങ്ങൾ പോയി തകർക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ മെയിൻ ബ്ലോഗ് എടുക്കുന്നത് പരിപാടിനെ പറ്റിയല്ല. അതെ, പറഞ്ഞു കൊടുക്കുക ആരെ എഴുതി തന്നേന്ന്. ആരെ ഗിഫ്റ്റ് എഴുതി തന്നേ? ഞാൻ സാധാരണ എഴുതി കൊടുക്കുമ്പോ ശരിയാവാറില്ല. ആദ്യം എനിക്ക് വയ്യ പൊക്കി. ഇന്നത്തെ ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഹീലിട്ടിട്ട് നല്ല പെയിനായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ എങ്ങനെയാണ് വാക്ക് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് സാരി റൗണ്ടിൽ പോസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് മൈക്ക് ഹോൾഡ് ചെയ്യേണ്ടതെന്നും എന്നൊക്കെ ഞങ്ങളൊന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കി എല്ലാവരും. ഞാൻ ഈ വ്ളോഗ് എടുക്കാനുള്ള മെയിൻ കാരണം എനിക്കിത് ഫ്യൂച്ചറിൽ ഒരു മെമ്മറി ആയിരിക്കും. എന്നെപ്പോലെ തന്നെ ബാക്കി പാർട്ടിസിപ്പൻസിനും ഇത് എടുത്ത് കാണുമ്പോൾ നമ്മുടെ ഈ ഒരു മെമ്മറി വളരെ മനോഹരമായിരിക്കും. എടാ നേരെ പോയി. ഓക്കെ. ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ കോർഡിനേറ്ററായ മൃദുല ചേച്ചി ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തരുവാണ്. കാരണം അടുത്ത ദിവസത്തേക്കായി കഴിഞ്ഞാൽ ഞങ്ങളിത് അവിടെ ഇവിടെയൊക്കെ വെച്ച് മറക്കും എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തന്നു.
വീഡിയോ. ജമീമ പോസേ പോസേ. അയ്യോ ഞാൻ മിസ്സസ് കാറ്റഗറിയുടെ നിർത്തില്ല, ഞാൻ മിസ് കാറ്റഗറി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ We are done with the grooming sessions. There was the final rehearsal. ഇനി ബാക്കി നാളെ സ്റ്റേജിൽ കാണാം. നമ്മളെല്ലാവരും ഇത്തിരി നെർവസ് ആണ്, എന്നാലും നാളെ നമ്മളെല്ലാവരും പൊളിക്കും അല്ലേ? നമ്മൾ പൊളിക്കും എന്ന് പ്രതീക്ഷയിൽ ഞങ്ങൾ സൈൻ ഓഫ് എന്നൊക്കെ പറഞ്ഞു. അതെ അതെ. അപ്പൊ ഇനി നാളെ കാണാം. ഓക്കെ ബൈ. അതിനുശേഷം ഞങ്ങൾ ഡോളറാമ ഷോപ്പിങ്ങിന് പോയി. പിന്നീട് ഷൈമയുടെ ഫ്രണ്ടാക്കി ഞങ്ങളെ കൊണ്ടുപോയത് ഞങ്ങളുടെ സാരി ഡ്രേപ്പ് ചെയ്യാനൊക്കെ കൊടുത്തൊരു സ്ഥലത്താണ്, GTA മോളില്. അതിനുശേഷം ഞങ്ങളൊരു ഇന്ത്യൻ സ്റ്റോറിലോട്ട് പോയി. എനിക്ക് സാസ്കറ്റൂണിലോട്ട് കൊണ്ടുപോകാൻ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോയത്. ഷാസ് എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത്. അവിടുന്ന് മന്തിയൊക്കെ കഴിച്ചു. ഞങ്ങൾ മന്തിയും ഒരു ജ്യൂസൊക്കെ കുടിച്ചു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത പണി ഞങ്ങൾക്ക് പാക്കിംഗ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. ഡ്രസ്സസ് തൊട്ട് കുഞ്ഞു പിന്ന് വരെ ഞങ്ങൾക്ക് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. മേക്കപ്പ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ തന്നെ ഒരു 2 മണിയൊക്കെ ആയി ഓൾമോസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങി. എണീറ്റത് തന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ്. എന്നിട്ട് രാവിലെ ഇതേപോലെ നെല്ലിക്ക ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ വെന്യൂലോട്ട് പോവാണ്. ഇത് May 25 ആണ്. അങ്ങനെ ഞങ്ങൾ വെന്യൂലെത്തി കഴിഞ്ഞത് ഞങ്ങൾ പിന്നെ പ്രാക്ടീസിലോട്ട് കയറി. ഒരു 12 വരെ പിന്നെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ആയിരുന്നു. പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബ്രാംപ്ടണിലോട്ടാണ് വന്നത്. 30 മിനിറ്റ്സ് ആണ് ഓക്വിൽ നിന്ന് ബ്രാംപ്ടൺ. അങ്ങനെ അവിടെ ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ വന്നു. നമ്മളിനിയും മേക്കപ്പ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, all tensed. Waiting for the big show. ഇവിടുത്തെ സെറ്റപ്പൊക്കെ നൈസ് ആയിട്ടുണ്ട്. റിംഗ് ലൈറ്റും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. മേക്കപ്പിൻ്റെ സാധനം റെഡിയായി. ഞങ്ങൾക്ക് 2 മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ കൊളാബറേഷനിലായിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്തത്. ആദ്യമേ നമ്മൾ ഹെയറാണ് ചെയ്യുന്നത്. ഹെയർ ചെയ്തിട്ട് മേക്കപ്പിലോട്ട് കിടക്കാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഹെയറൊക്കെ സെറ്റ് ചെയ്തു. ഷൈമ ഒരു ബൺ സ്റ്റൈലാണ്. എൻ്റെ സ്റ്റൈൽ ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫൈനലി ഞങ്ങൾ ബൺ ചെയ്യുന്നില്ല എന്ന് പ്ലാൻ ചെയ്തു. ആദ്യം തന്നെ സാരി റൗണ്ടായിരുന്നു. ഇതാണ് എല്ലാവരുടെ സാരി ലുക്ക്. എല്ലാവരും എന്ത് സുന്ദരിമാരായിട്ടുണ്ടെന്നറിയോ. നല്ല രസമായിരുന്നു എല്ലാവരും. ഇനി എൻ്റെ സെൽഫ് ഇൻട്രോ കേൾക്കാം. നമസ്കാരം, ഞാൻ ജമീമ മേരി അനിൽ. ജനിച്ചു വളർന്നത് ട്രിവാൻഡ്രത്താണ്. ഇപ്പോൾ കാനഡയിലെ സാസ്കറ്റൂണിലാണ്. ഒരു പാഷനേറ്റ് ഫാഷൻ ഡിസൈനറും ഒരു സപ്പോർട്ട് വർക്കറും കൂടെയാണ് ഞാൻ. പഠിക്കുന്ന കാലം മുതലേ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും. ലോക്ക്ഡൌണിന് ശേഷം വന്ന ആങ്സൈറ്റി ഡിസോർഡറും പിന്നീട് കാനഡയിലേക്കുള്ള മാറ്റവും ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും എൻ്റെ ഐഡിയൽ സെൽഫിനെ ഒരുപാട് ബാധിച്ചു. പിന്നീട് പഴയ എന്നെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമായിരുന്നു. എന്നെ ഞാനാക്കുന്ന, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതായി പിന്നീട് എൻ്റെ ലക്ഷ്യം. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് പുസ്തകമായ സീക്രട്ടിലെ വരികളാണ് ഓർമ്മ വരുന്നത്. യുവർ തോട്ട് ബിക്കം യുവർ തിങ്. വൺസ് എൻ്റെ ലൈഫിലെ ഒരു തോട്ടായിരുന്നു ഒരു പാജന്റ്. നൗ സീ വെയർ ഐ ആം. താങ്ക് യു. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഗൗൺ റൗണ്ടാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഗ്രീൻ റൂമിലോട്ട് പോയി. ഇതാണ് എന്നിട്ട് എൻ്റെ ഗൗൺ ലുക്ക്. ഈ ഡ്രസ്സ് ചെയ്തേക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ അഞ്ജിതയാണ്. അഞ്ജിതയുടെ ലിക്ക ഗാർമെൻറ്റ്സിൽ നിന്നാണ് ഇത് ചെയ്തേക്കുന്നത്.
ഭയങ്കര കംഫർട്ടബിളായ നല്ലൊരു ഗൗണായിരുന്നു. Jamima, how are you feeling today? I'm feeling good, ma'am. Yeah? Yeah. So how's the second round treating you? Excited. Better than the first one? I think so, yeah. Yeah, we'll know eventually after you answer, right? Yeah. Alright. So, if you could swap lives with any celebrity for a day, who will it be and what would you do? Not me, okay? Please don't take my name. You don't want to be in my life, I'm sure. But yeah, but apart from me, if you can actually choose someone's life and swap their life to that of yours and you being them, what would you do and who would it be? Let me complete that in Malayalam as well. ഒരു ദിവസത്തേക്ക് ഒരു സെലിബ്രിറ്റിയായി മാറാൻ അവസരം ലഭിച്ചാൽ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? ഇതാണ് പൂർണിമ മാം എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ആൻസർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിലോട്ട് പോവാണ്. ഫൈനൽ ടോപ്പ് 6 കണ്ടുപിടിക്കുന്ന റൗണ്ടാണ്. The top 6 in Miss category. നമ്മൾക്ക് എല്ലാവർക്കും സമ്മാനം ഇഷ്ടമാണ്. തന്റെ പേരിൽ തന്നെ ഒരു സമ്മാനം കൊണ്ട് നടക്കുന്ന കണ്ടസ്റ്റന്റ് ആണ് കണ്ടസ്റ്റന്റ് നമ്പർ 9 ഗിഫ്റ്റി ഷാജു. ഇനി ഒരേ ഒരു കണ്ടസ്റ്റന്റ് കൂടി മാത്രമാണ് ഫൈനൽ റൗണ്ടിലേക്ക് പോകാൻ പറ്റുന്നത്. പക്ഷേ ബാക്കിയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ ഒരു യാത്ര on that note ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്ന കണ്ടസ്റ്റന്റ് നമ്പർ 15 ജമീമ മേരി. Congratulations to the contestants, the top 6 contestants who will compete in the final. അങ്ങനെ ഞങ്ങൾ ടോപ്പ് 6 ടോപ്പ് 6 കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് പെൻ ഡൗൺ എന്ന് പറഞ്ഞ റൗണ്ടാണ്. നമുക്ക് 1 മിനിറ്റിൽ ഒരു ടോപ്പിക്കിനെ പറ്റി എഴുതാനായിട്ടുള്ള ഒരു റൗണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കുകയും നമ്മളതിനെ പറ്റി എഴുതുക. അങ്ങനെ ആ റൗണ്ടും കഴിഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എത്താൻ പറ്റിയില്ല. പിന്നീട് ഫസ്റ്റ് റണ്ണറപ്പ്, സെക്കൻഡ് റണ്ണറപ്പ്, തേർഡ് റണ്ണറപ്പ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഗിഫ്റ്റി, ഹുനൈന, അനീഷ ആയിരുന്നു വിന്നേഴ്സ് മിസ് കാറ്റഗറിയുടെ. മിസ്സസ് കാറ്റഗറിയുടെ മിലിക് ചേച്ചി, വീണ ചേച്ചി, പിന്നെ ജനനി ചേച്ചി ഇവരായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇവൻറ്റ് ഹാപ്പിലി എൻഡ് ചെയ്തു. നല്ലൊരു മെമ്മറി ആയിരുന്നു. കുറേ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു ഡേ തന്നെയായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.